ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എൽഡൊറാഡോ ടെക്കി. എൽഡൊറാഡോ ടെക്കി എന്ന് പറയുന്ന ഈ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു നിർത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗിറ്റിൻ്റെ ആക്സസ് ടോക്കണൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിറ്റ് ഹബിൻ്റെ റീഡ്മി ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളുടെ പ്രൊഫൈൽ എങ്ങനെ നല്ല രീതിക്ക് വൃത്തിയാക്കാം എന്നുള്ളതാണ്. അതിൽ നമുക്കൊരു നല്ല ഗിറ്റ് ഹബ് റീഡ്മി എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ പേഴ്സണൽ പ്രൊഫൈലിൽ ഞാൻ എൻ്റെ റീഡ്മി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്രകാരം നമുക്ക് നമ്മളുടെ റീഡ്മി ഫയൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിൽ ബാനർ ആഡ് ചെയ്യാം, ലിങ്ക്സ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ റെസ്യൂമി, ജിമെയിൽ, പോർട്ട്ഫോളിയോ, വാട്സപ്പ് അതിൻ്റെയൊക്കെ ലിങ്കുകളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വിസിറ്റർ നമ്മുടെ ഇതിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് നമ്മളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന എപ്പോഴാണ് നമ്മൾ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ ഗിറ്റ് ഹബിൻ്റെ പ്രൊഫൈൽ പലരും എടുത്ത് നോക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അത്തരം സമയത്ത് അവർക്ക് വേണ്ട എല്ലാ ഡീറ്റെയിലുകളും നമ്മൾ ഇതിൽ തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ടെക്നിക്കൽ ആയിട്ടുള്ള റിക്രൂട്ടേഴ്സ് അവർ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ റെസ്യൂമിയും ജിമെയിലും വാട്സപ്പും എല്ലാ ലിങ്കുകളും ഇതിൽ തന്നെ ഉണ്ടാവും. നമ്മളെക്കുറിച്ചുള്ള നമ്മൾ ചെയ്ത വർക്കുകളും ഒക്കെ നമുക്ക് ഷോക്കേസ് ചെയ്ത് നല്ല വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഗിറ്റ് ഹബിൻ്റെ റീഡ്മി ഫയൽ യൂസ് ചെയ്യുന്നത്. ഇപ്രകാരമാണ് ഞാനത് റീഡ്മി സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്പോസിറ്ററീസ് എന്ന് പറയുന്നതിൽ പോവുക. റെപ്പോസിറ്ററീസ് പോയ ശേഷം നമ്മളൊരു പുതിയ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുക. ന്യൂ റെപ്പോസിറ്ററി. ആ റെപ്പോസിറ്ററിയുടെ പേര് നമ്മളുടെ എന്താണോ നമ്മളുടെ ഗിറ്റ് ഹബിൻ്റെ നമ്മളുടെ യൂസർ നെയിം, ആ നെയിം തന്നെയായിരിക്കണം നമ്മുടെ റെപ്പോസിറ്ററി നെയിമും. അപ്പോൾ എൻ്റെ യൂസർ നെയിം എന്ന് പറയുന്നത് എൽഡൊറാഡോ ടെക്കി എന്നുള്ളതാണ്. സെയിം നെയിമിൽ തന്നെ നമ്മൾ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുക. ആ അപ്പോൾ അതടിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എഴുതി കാണിക്കാൻ ഇതൊരു സ്പെഷ്യൽ റെപ്പോസിറ്ററി ആണ്, നമ്മുടെ റീഡ്മി ഒക്കെ നമ്മുടെ ഫയലിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ആഡ് എ റീഡ്മി ഫയൽ എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ. അതിനുശേഷം ക്രിയേറ്റ് റെപ്പോസിറ്ററി എന്ന് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ അവിടെ റെപ്പോസിറ്ററി ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ പ്രൊഫൈലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ യുവർ പ്രൊഫൈൽ എന്ന് പറഞ്ഞ എടുത്ത് കണ്ട ആ ഹായ് ദേർ എന്നുള്ളത് അവിടെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഈ റെപ്പോസിറ്ററി ഇനി ആ റെപ്പോസിറ്ററിയിൽ എന്തൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതൊക്കെ ഇവിടെ നമ്മുടെ മെയിൻ പേജിൽ നമ്മുടെ ആ പ്രൊഫൈൽ എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുക. റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തതിന് ആ റെപ്പോസിറ്ററിയിൽ നമുക്ക് ആ റീഡ്മി ഫയലിനെ നമുക്ക് എഡിറ്റ് ചെയ്ത് നല്ല വൃത്തിയായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് അത് ലോക്കലി നമുക്ക് ചെയ്യാം. അതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ റെപ്പോസിറ്ററി ഒന്ന് ക്ലോൺ ചെയ്ത് നമ്മുടെ ലോക്കൽ ഡ്രൈവിലോട്ട് കൊണ്ടുവരിക. നമുക്കതിൽ എഡിറ്റ് ചെയ്യണ്ടേ. ഞാൻ ആ റെപ്പോസിറ്ററി ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്തു. അതിൻ്റെ URL നമ്മൾ കോപ്പി ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ലൊക്കേഷനിലാണ് നമ്മൾ ഇതിപ്പോൾ ക്ലോൺ ചെയ്യേണ്ടതെന്ന് നോക്കി. അപ്പോൾ ഞാൻ അതിൻ്റെ ഫോൾഡർ ലൊക്കേഷൻ എടുത്തു. ലൊക്കേഷൻ എടുത്ത ശേഷം ഞാൻ ഒരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡറിൽ അവിടെ നിന്ന് ഞാൻ ടെർമിനലിൽ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ടെർമിനൽ. അപ്പോൾ ടെർമിനൽ ഓപ്പൺ ആയി വന്നു. അപ്പോൾ ടെർമിനൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിറ്റ് ക്ലോൺ, എന്നിട്ട് നമ്മുടെ URL ഏതാണോ ആ URL നമ്മളവിടെ കോപ്പി ചെയ്ത URL അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ആ ഫോൾഡർ അവിടെ ക്ലോൺ ആയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. കണ്ടില്ലേ, എൽഡൊറാഡോ ടെക്കി എന്ന് പറയുന്ന ആ ഫോൾഡർ അവിടെ ക്ലോൺ ആയിട്ടുണ്ട്. ആ ക്ലോൺ ആയ ശേഷം നമ്മൾ ആ ഫോൾഡർ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു റീഡ്മി ഫയൽ കാണാൻ കഴിയും. ഇനി ഈ റീഡ്മി ഫയലിൽ നമ്മൾ ഈ പാത്തിൽ നിന്ന് നമ്മൾ ഒന്നും കൂടി ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്ത് ആ ബ്രാഞ്ചിൽ നിന്ന് നമ്മളുടെ എല്ലാ കോഡിങ്ങും കഴിഞ്ഞ ശേഷം അത് നമ്മളുടെ മെയിൻ ബ്രാഞ്ചിലോട്ട് നമുക്ക് അതിനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താൽക്കാലികമായിട്ട് നമ്മളൊരു പുതിയ ബ്രാഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണ് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗിറ്റ് ചെക്കൗട്ട്
-b സ്മോൾ ലെറ്റർ b അത് കഴിഞ്ഞിട്ട് ബ്രാഞ്ച്. അപ്പോൾ ന്യൂ റീഡ്മി അപ്ഡേറ്റ്. ന്യൂ റീഡ്മി എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, എൻ്റർ അടിക്കുക. അപ്പോൾ ആ ന്യൂ റീഡ്മി എന്ന് പറഞ്ഞിട്ടുള്ള ലൊക്കേഷനിലായിരിക്കും നമുക്ക് ഇനി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ കണ്ടില്ലേ നമ്മൾ ആ റീഡ്മി ഫയലിൻ്റെ ആ ലൊക്കേഷനിലേക്ക് പോയിട്ടുണ്ട്. ഇനി കോഡ് സ്പേസ് ഡോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്തു നിന്ന് തന്നെ നമുക്ക് ആ ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് VS കോഡ് ഓപ്പൺ ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ കോഡ് സ്പേസ് ഡോട്ട് എന്ന് അടിക്കുകയാണ്, എൻ്റർ കൊടുത്തു. അപ്പോൾ VS കോഡ് ഓപ്പൺ ആയി വന്നു. എൻ്റെ VS കോഡ് ഓപ്പൺ ആയി. VS കോഡ് ഓപ്പൺ ചെയ്തിട്ട് ആ റീഡ്മി ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ ഡിഫോൾട്ടായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഞാനതൊന്നും ചെയ്യുന്നില്ല. അതൊക്കെ കമൻറ്റ് ചെയ്തിട്ടൊക്കെയാണ്. ഇവിടെ കോർണർ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രിവ്യൂ കാണാൻ പറ്റും. ഈ കോർണർ സൈഡിൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഈ സൈഡിൽ തന്നെ ആ റീഡ്മിയുടെ പ്രിവ്യൂ കാണാൻ പറ്റും. റീഡ്മി നമ്മൾ മാർക്ക് ഡൗൺ ലാംഗ്വേജിലാണ് നമ്മൾ എഴുതുക. അപ്പോൾ അത് കാരണം കൊണ്ട് മാർക്ക് ഡൗണിൽ എങ്ങനെയാണ് നമുക്കിനി ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. അതിനു മുമ്പ് ഞാൻ ഇതിൽ ഓൾറെഡി ഉള്ള ആ കാര്യങ്ങളൊക്കെ ഞാൻ അൺകമൻറ്റ് ചെയ്ത് കളയുകയാണ്, ഡിലീറ്റ് ചെയ്ത് കളയാണ്. വേണ്ട, നമുക്ക് ആവശ്യമില്ല. ഇത് തീർന്നു മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ റീഡ്മി ഫയലിൽ ഇനി നമ്മൾ ബാനർ ആഡ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബാനർ ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ഒരു ബാനർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതൊരു ഒരു പിക്ചറാണ്. ഈ പിക്ചർ ഞാൻ എഡിറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ക്യാൻവ എടുത്തിട്ട് ക്യാൻവ എന്നടിച്ചിട്ട് കഴിഞ്ഞാൽ ക്യാൻവ ലിങ്ക്ഡിൻ ബാനർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടെംപ്ലേറ്റ്സ് കിട്ടും. അപ്പോൾ ആ ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ കാണാം ഒരുപാടെണ്ണമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് ചൂസ് ചെയ്യുക, എന്നിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു സാമ്പിളായിട്ട് കാണിക്കുന്നത്. ഞാൻ സെലക്ട് ചെയ്ത എൻ്റെ ഇതെന്ന് വെച്ചാൽ ഈ ബ്ലൂ ഗോൾഡ് എലഗൻറ്റ് എന്നുള്ള ഇതാണ്. കണ്ടില്ലേ, ഈ ബ്ലൂ ഗോൾഡ് എലഗൻറ്റ് മിനിമലിസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റർ ലിങ്ക്ഡിൻ ബാനർ. ഇതാണ് ഞാൻ എൻ്റെ ഇതിൽ ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ അതിൽ എഡിറ്റ് ചെയ്ത് കൊടുത്താണ്. ജസ്റ്റ് കസ്റ്റമൈസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്ന് കൊടുക്കുക. കസ്റ്റമൈസ് ടെംപ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വരും നിങ്ങൾക്ക് എന്താണ് പേര്. ഇപ്പോൾ എൽഡറാഡോടെക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം ഇവിടെ ഷെയർ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കാണും മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ. ആ ഷെയർ ബട്ടൺ ഞെക്കി അതിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് കാണും. ഈ ഡൗൺലോഡ് ഞെക്കിയിട്ട് അതിലിപ്പോൾ PNG, ഇപ്പം ഞാനിതിൽ പ്രീമിയം ഒന്നും എടുത്തിട്ടില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഡൗൺലോഡ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫയൽ ഡൗൺലോഡായി കിട്ടുന്നതാണ്. കണ്ടില്ലേ, അപ്പോൾ നമുക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ സേവ് ആവും. നമ്മൾ വീണ്ടും VS കോഡിലോട്ട് പോവുക. VS കോഡിലോട്ട് പോയി ഞാനിതിൽ കുറച്ച് ഫോൾഡേഴ്സ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ഇമേജസുകൾ ഉണ്ടാവും. അപ്പോൾ ഇമേജസിന് വേണ്ടി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. അതിന് മുകളിലായിട്ട് ഈ ഫോൾഡറിൻ്റെ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഫോൾഡർ നമുക്ക് ക്രിയേറ്റ് ആവും. അപ്പോൾ അതിന് ഞാൻ പേര് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇമേജസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ആ ഫോൾഡറിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മിനിറ്റ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് എനിക്ക് വേണ്ട രീതിയിലുള്ള ഞാൻ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളത് അവിടെ നിന്ന് ജസ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഈ ഇമേജാണ് താൽക്കാലികമായിട്ട് എൻ്റെ എൽഡറാഡോ ടെക് എന്ന് പറയുന്നതിലേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഗിറ്റ്ഹബിൽ ഇപ്പോൾ പ്രസൻ്റ്ലി കിടക്കുന്ന ഇതും കൂടെ ഞാനതിലേക്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും നോക്കേണ്ട ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ നിങ്ങൾ കാണുന്ന പോലെ ഇതിൽ എൻ്റെ ലിങ്ക്ഡിനിൻ്റെ അഡ്രസ്സും അതുപോലെ തന്നെ എൻ്റെ ഇമെയിൽ അഡ്രസ്സുമാണ് ഞാൻ ഈ ചാനലിൻ്റെ ഇമെയിൽ അഡ്രസ്സുമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണോ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ റീഡ്മി ഫയലിലോട്ട് പോവുക. റീഡ്മി ഫയലിലോട്ട് പോയ ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഇമേജിന് വേണ്ടി ഒരു ടാഗ് കൊടുക്കണം. ഒരു ഇമേജിൻ്റെ ഇത് കൊടുത്തു. ആ ഇമേജിൽ ഈ നെയിം കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ അവിടെ ആ ഇമേജ് അവിടെ ആദ്യം ഷോ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഇമേജിൻ്റെ ബാനർ സെക്ഷൻ നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാണാം. ഇനി ഇതിൽ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ സെക്ഷനാണ് വേണ്ടത്. ഹേയ് ഐ ആം അബ്ദുൽ വഹാബ് എന്നിട്ടാണ് കുറച്ച് ഗിഫുകൾ, ആനിമേറ്റഡ് ഗിഫുകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിനി ആഡ് ചെയ്യാം ടൈറ്റിൽ സെക്ഷൻ. അപ്പോൾ ഞാൻ ആനിമേറ്റഡ് ആയിട്ടുള്ള എനിക്ക് ഇതിലേക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ഗിഫുകളൊക്കെ ഞാനിതിൽ ആഡ് ചെയ്തു. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെയും ഗിഫുകളുണ്ട് ആവശ്യമുള്ളതായിട്ടുള്ള ഞാനിതിൽ യൂസ് ചെയ്യാൻ പോകുന്ന ഗിഫുകൾ ഞാൻ എല്ലാം എൻ്റെ ഈ റെപ്പോസിറ്ററിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതൊക്കെ കോപ്പി ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡ്മിയിലോട്ട് പോയി ഹൈദർ എന്നുള്ളത് ഞാൻ ആദ്യം കണ്ടിരുന്നത് ഞാൻ അവിടുന്ന് കളയുകയാണ്. എന്നിട്ട് ഞാനിതിനെ ഏറ്റവും മുകളിലോട്ടിട്ടു. അതിനുശേഷം അതിന് തൊട്ട് താഴെയായിട്ട് ടൈറ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടി ഒരു ഇമേജ് ടാഗ് ഞാൻ ആഡ് ചെയ്യുന്നു. ആ ഗിഫിനെ എനിക്കിവിടെ കൊണ്ടുവരണ്ടല്ലോ. ഇതായിരുന്നു. ഈ കോഡ് നിങ്ങൾ അവിടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ആ ടൈറ്റിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ചില സാധനങ്ങളൊക്കെ മിസ്സിംഗ് ആയിട്ട് കാണുന്നുണ്ട്. ഞാൻ ഒരു ഫോൾഡറും കൂടി ആഡ് ചെയ്യുകയാണ്. ഇതിൽ ആനിമേറ്റഡിന് പുറമെ ഒരു ഫോൾഡറും കൂടി എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇമേജസും ഇതിലേക്ക് ആവശ്യമുള്ള ആനിമേറ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റ്സും ഇമേജസും അതുപോലെ തന്നെ SVGs ഒക്കെ ഞാൻ ആഡ് ചെയ്തു. ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇനി ഇതിൽ ആ നെയിം എന്ന് കാണുന്നിടത്ത് നിങ്ങളുടെ നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അവിടെ തൽക്കാലമായിട്ട് എൽഡോറാഡോ ടെക് എന്ന് കൊടുക്കുന്നു. എൽഡോറാഡോ ടെക്കി. ഓക്കെ, ഹേയ് ഐ ആം എൽഡോറാഡോ ടെക്കി. എന്താണോ നിങ്ങളുടെ പേര് അത് വൃത്തിയായിട്ട് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടൈറ്റിൽ ഭാഗം സെറ്റ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈറ്റിൽ കഴിഞ്ഞാൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു? ടൈറ്റിൽ കണ്ടിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലിങ്ക്സ് ആണ് ആഡ് ചെയ്യാനുള്ളത്. ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ഇത് ഞെക്കി കഴിഞ്ഞാൽ നോക്കിയാൽ കാണാം ഇതിൽ എൻ്റെ റെസ്യൂമേ കണ്ടു. ഇനിയിപ്പോൾ ജിമെയിലാണ്, വാട്സപ്പാണ്, ലിങ്ക്ഡിൻ ആണ്. ലിങ്ക്ഡിൻ കാണണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ കിട്ടും. അതുപോലെ നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ലിങ്കുകളൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഈ എൻ്റെ റീഡ്മിയിൽ പോയിട്ട് റോ ഫയൽ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൽ നിന്ന് കോപ്പി ചെയ്തെടുത്താൽ മതി ആ സെറ്റ് ഓഫ് കോഡ്. ഞാൻ എളുപ്പത്തിൽ എങ്ങനെ തീർക്കാമെന്നുള്ളതാണ് നോക്കുന്നത്. ഗ്യാപ്പ് ഇട്ട ശേഷം ആ ലിങ്ക്സ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ആ ലിങ്ക്സിൻ്റെ സെക്ഷൻ ഇവിടെ കിട്ടി. കണ്ടില്ലേ, ആ റീഡ്മി ഫയലിൽ ലിങ്ക്സിൻ്റെ സെക്ഷൻ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ലിങ്കുകളൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതിവിടെ കാണുന്നത് റെസ്യൂമി ആണ് അല്ലേ. അപ്പോൾ റെസ്യൂമി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഇത് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റെസ്യൂമി കിട്ടുന്നതെന്നുള്ളത് നമുക്കത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവ് എടുക്കുക. ഗൂഗിൾ ഡ്രൈവ് എടുത്ത ശേഷം അതിലൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ഫോൾഡർ എടുക്കുക. അതിന് ജസ്റ്റ് നിങ്ങളൊരു നെയിം കൊടുക്കുക. ഞാൻ പബ്ലിക് ഫയൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ നിന്ന് നിങ്ങൾ എന്താണ് നിങ്ങളുടെ റെസ്യൂമി ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ സേവ് ആവും, നമ്മുടെ ഇതിൽ ലോഡായി. ഓക്കെ, അതിനുശേഷം നമ്മളത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഷെയർ എന്നുള്ള പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ അതിൽ ഞെക്കുക. ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജനറൽ ആക്സസ് എന്ന് പറഞ്ഞ് കാണും. ഈ ജനറൽ ആക്സസ് നിങ്ങൾ മാറ്റി എനിവൺ വിത്ത് ലിങ്ക് എന്നുള്ളതാക്കി കൊടുക്കുക. വ്യൂവറിൻ്റെ
ആക്സസ് ആണ് കൊടുത്തിട്ടുള്ളൂ. ആർക്കും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ജസ്റ്റ് വ്യൂ ചെയ്യാനുള്ള ആക്സസ് മാത്രം കൊടുത്ത് നിങ്ങൾ ഡൺ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഷെയർ ഒന്നും കൂടി ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കാണും. അപ്പോൾ അവിടെ നിന്ന് ആ ലിങ്ക് നിങ്ങൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുക. അപ്പോൾ ആ ലിങ്ക് ഞാൻ കോപ്പി ചെയ്തു. ഈ ലിങ്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ VS കോഡ് എടുത്തു. VS കോഡിലെടുത്തിട്ട് ആ റെസ്യൂമി എന്നുള്ളോട് കണ്ടല്ലോ. ആ റെസ്യൂമി എന്നുള്ളോടത്ത് നമ്മൾ ആ HTTPS ഡ്രൈവ് ഗൂഗിൾ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കൊരു ഇത് കാണും. അവിടെ നമ്മളത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനത് അവിടെ അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ട് Ctrl+S അടിച്ച് കഴിഞ്ഞാൽ സേവ് ആവും. ഇനി നമ്മൾ അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, എനിക്ക് ആ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്ത ഫയൽ എനിക്ക് അവിടെ നിന്ന് വർക്കാകുന്നുണ്ട്. എൻ്റെ റെസ്യൂമി അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി ജിമെയിൽ. ഈ ജിമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ ഈ ജിമെയിൽ എന്നുള്ളിടത്ത് ഇവിടെ മെയിൽ ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ്സാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ആണോ ഏതാണോ അത് നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. മെയിൽ ടു ഞാനിവിടെ എൽഡോറാഡോ ടെക്കി എന്നാക്കി കൊടുത്തു. അപ്പോൾ ഏതാണ് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്? പിന്നെ പോർട്ട്ഫോളിയോ ആണുള്ളത്. പോർട്ട്ഫോളിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ട്രീ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അത് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് ട്രീ എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ലിങ്ക് ട്രീ. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിം എന്താണെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ലിങ്ക് ട്രീ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതിൽ ഞാനൊരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. GitHub എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, പോർട്ട്ഫോളിയോ എടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതാണ് ഞാൻ എൻ്റെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ലിങ്ക് ട്രീയിലുണ്ട്. അപ്പോൾ ലിങ്ക് ട്രീ .abdulwahab എന്നടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇത് എല്ലാവർക്കും കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ഒരു സിമ്പിളായിട്ടുള്ള ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരെണ്ണം നിങ്ങൾക്ക് പെട്ടെന്ന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരം ചെയ്യാവുന്നതാണ്. ഒന്നുമില്ല, ജസ്റ്റ് ലിങ്ക് ട്രീയിൽ പോവുക, ഈ ബയോയിൽ പോവുക, സൈനപ്പ് ചെയ്ത ശേഷം നിങ്ങൾ ലിങ്ക് ട്രീയിൽ നിങ്ങളുടെ നെയിം ക്ലെയിം ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. എഡിറ്റ് ചെയ്യാനൊക്കെ കാണും. അപ്പോൾ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ പോർട്ട്ഫോളിയോയുടെ സെക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് കാണുന്നത് നമുക്ക് വാട്സപ്പ് ആണല്ലേ. അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് നമ്പർ എന്താണോ ആ വാട്സപ്പ് നമ്പർ നിങ്ങൾ ഈ https://wa.me എന്നതിന് ശേഷം ഈ വാട്സപ്പ് നമ്പർ നിങ്ങളുടെ എന്താണോ ആ വാട്സപ്പ് നമ്പർ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ വാട്സപ്പ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ HR-മാരൊക്കെ കൂടുതലും നമുക്ക് വാട്സപ്പ് മുഖാന്തരമാണ് പലരും അവരുടെ ഈ മെഷീൻ ടെസ്റ്റൊക്കെ കിട്ടുന്ന സമയത്ത് അവർ ഫയലുകളൊക്കെ അയക്കുന്നത്. വാട്സപ്പ് ത്രൂ ആണ് പലരും കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഗിറ്റബിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ ലിങ്ക്ഡിൻ്റെ പ്രൊഫൈലിൻ്റെ URL എടുക്കുക. നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ URL എടുത്ത ശേഷം ലിങ്ക്ഡിൻ്റെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതിൻ്റെയൊക്കെ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ലിങ്ക് എടുത്ത ശേഷം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന സെക്ഷനാണ് നമ്മളുടെ അബൌട്ട് മീ സെക്ഷൻ. ഈ അബൌട്ട് മീ സെക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുക. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ കസ്റ്റമൈസ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും. ഒരുപാട് രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിന്താഗതികളാണ്. ഓരോരുത്തർക്കും അവരുടേതായുള്ള കാഴ്ചപ്പാടുകളും അവരുടേതായിട്ടുള്ള തോട്ട്സ് ഉണ്ടാവും. ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ള ഐഡിയാസ് ഒക്കെ ഉണ്ടാവും. ഞാൻ എൻ്റെ ഒരു ഐഡിയയ്ക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ എന്താണോ ആ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക.
ഞാൻ ഇപ്രകാരമാണ് ചെയ്തത്. ഇനിയും ഇതിൽ ഒരുപാട് രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പീസ് ഓഫ് കോഡ് നിങ്ങളവിടെ ഇട്ട് നിങ്ങളത് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഞാൻ ആ കോഡ് അവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് ആ കോഡ് മാത്രം അവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്തു. കോപ്പി എടുത്ത ശേഷം ഞാൻ അവിടെ ഒരു എൻ്റർ ചെയ്ത ശേഷം ഞാൻ അവിടെ നിന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കണ്ടില്ലേ, എൻ്റെ എബൌട്ട് മീ സെക്ഷനും ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൽ എബൌട്ട് മീയിൽ ഞാൻ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, ആ എബൌട്ട് മീയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ മാറ്റർ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എഡിറ്റ് ചെയ്താൽ മാത്രം മതിയായിരിക്കും. വേറെ ഒന്നും ചെയ്യണ്ട. ഇതുപോലെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് മാത്രം കൊടുക്കുക. ഇനി അതിന് ശേഷം ഞാൻ ഇതിൽ കാണുന്നത് പോലെ ഇവിടെ ഈ ജോക്സ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊരു രസകരമാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ജോക്സിൻ്റെ ഒരു ബോക്സ് കൊടുക്കാൻ പോവാണ്. അതിന് ജോക്സിൻ്റെ ഒരു API ഉണ്ട് വെർസലിൻ്റെ. അപ്പോൾ ആ API ജസ്റ്റ് ഞാനവിടെ കോൾ ചെയ്താൽ മാത്രം മതി. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. റാൻഡം ആയിട്ടുള്ള ജോക്സുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ കോഡിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു എൻ്റർ അടിച്ച ശേഷം ഞാൻ ആ കോഡും ഞാനവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കണ്ടില്ലേ, റാൻഡം ആയിട്ടുള്ള ഒരു ജോക്ക് അവിടെ വന്നു. അത് വർക്ക് ചെയ്തോളൂ. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളിതും ഈ ഒരു ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യേണ്ടുള്ളൂ ഈ റീഡ്മിയിൽ. അത് ഓട്ടോമാറ്റിക്കലായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ആ API കോൾ ആയത് വർക്ക് ആയിക്കോളും. ഇനി നെക്സ്റ്റ് സ്റ്റേജ് നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസുകളാണ് അല്ലേ. അപ്പോൾ ഈ സ്റ്റാറ്റസുകളൊക്കെ നമുക്ക് ഈ സ്റ്റാറ്റസിൻ്റെ സെക്ഷൻ നമുക്ക് എങ്ങനെ ഇത്തരത്തിൽ നമ്മുടെ ഗിറ്റ് ഹബിൻ്റെ ടോട്ടൽ സ്റ്റാർട്ട്സ് എത്രണ്ണം കിട്ടിയിട്ടുണ്ട്, ടോട്ടൽ കമ്മിറ്റുകൾ എത്രണ്ണം ചെയ്തിട്ടുണ്ട്, ടോട്ടൽ പുൾ റിക്വസ്റ്റ് നിങ്ങൾ എത്രണ്ണം ചെയ്തിട്ടുണ്ട്, ടോട്ടൽ ഇഷ്യൂസ് എത്രയുണ്ട്, എന്തൊക്കെ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു സ്റ്റാറ്റസിൻ്റെ ഒരു ഒരു സെക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ആ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ എൻ്റെ ഈ റീഡ്മിയുടെ ഫയലിൽ നിന്ന് നിങ്ങൾ ആ സെക്ഷൻ മാത്രം ജസ്റ്റ് കോപ്പി ചെയ്തെടുക്കുക. ഞാൻ ആ സെക്ഷൻ ഒന്ന് കോപ്പി ചെയ്തെടുക്കട്ടെ. അതിനുശേഷം ഈ ലൈനിൻ്റെ അടിയിൽ, ഈ ജോക്സിൻ്റെ ലൈനിൻ്റെ അടിയിൽ ഒരു എൻ്ററും കൂടി അടിച്ച ശേഷം ജസ്റ്റ് അതവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ അവിടെ വരുന്നതാണ്. അപ്പോൾ ഞാനിതിനൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ കാണാം, ഗിറ്റ്ഹബ് സ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗിറ്റ്ഹബ് സ്റ്റാറ്റ്സ് ആണ് അതിൽ കാണുന്നത്. അപ്പോൾ ഇതിൽ ഈ അവസാനം കാണുന്ന ഈ അബ്ദുൽ വഹാബ് എന്നുള്ളതാണ് എൻ്റെ യൂസർ നെയിം. ആ യൂസർ നെയിം നിങ്ങളുടെ എന്താണോ ആ യൂസർ നെയിം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ എൽഡോറാഡോ ടെക്കി എന്നാണല്ലേ യൂസർ നെയിം. അപ്പോൾ ഞാനത് കൊടുക്കാൻ പോണ്, എൽഡോറാഡോ ടെക്കി. അത് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ കണ്ടില്ലേ, ടോട്ടൽ കമ്മിറ്റ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചേഞ്ച് ആയി. ഞാനതിൽ വേറെ ഒന്നും ചെയ്യാത്ത കാരണം കൊണ്ടാണ്, ഇതൊരു പുതിയൊരു ഗിറ്റ്ഹബ് ആയ കാരണം കൊണ്ട് ഒന്നും ചെയ്യാത്ത. അപ്പോൾ നിങ്ങളുടെ ജസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ API വർക്ക് ആയിക്കോളും. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ആ കാണുന്ന ഭാഗം മാത്രം, യൂസർ നെയിം എന്താണോ ആ യൂസർ നെയിം മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. എൽഡോറാഡോ ടെക്കി. അപ്പോൾ കണ്ടില്ലേ, എൻ്റെ ഈ കോൺട്രിബ്യൂട്ടർ സ്റ്റാറ്റസും ചേഞ്ച് ആയി. അതിനുശേഷം സ്ട്രീക്കിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്, അവിടെയും യൂസർ നെയിം കാണും. ആ യൂസർ നെയിമും ജസ്റ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ യൂസർ നെയിം എന്താണോ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും ഇവിടെ ചേഞ്ച് ആയി. ഈ സ്ട്രീക്കിൻ്റെതും ഇവിടെ ചേഞ്ച് ആയി, കണ്ടില്ലേ. അതിനുശേഷം ലാംഗ്വേജസ്, ടോപ്പ് ലാംഗ്വേജസ്, അവിടെ യൂസർ നെയിം കാണും. ആ യൂസർ നെയിമും നിങ്ങളുടെ യൂസർ നെയിം എന്താണോ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോ ലാംഗ്വേജസ് ഇൻ ഡാറ്റ, അതായത് നമ്മളൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് അവിടെ ഒന്നും കാണിക്കാത്തത്. നിങ്ങളതിൽ യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് അതിൽ കാണിക്കും. അതുപോലെ തന്നെ ഗിറ്റ്ഹബ് ആക്ടിവിറ്റി ഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണും. ആ ആക്ടിവിറ്റി ഗ്രാഫിലും നിങ്ങൾ എന്താക്കുക, ജസ്റ്റ് ആ യൂസർ നെയിം
കണ്ടോ? ഞാൻ ചെയ്ത ആ ഗ്രാഫ് മാറി. കണ്ടില്ലേ? ഞാൻ ചെയ്ത കമ്മിറ്റുകൾ അപ്പോൾ ഇതിൽ കണ്ടില്ലേ? ഞാൻ ചെയ്ത കമ്മിറ്റുകൾക്കനുസരിച്ച് ആ ഗ്രാഫിൽ അതിൽ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു പുതിയൊരാളൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മളുടെ ആക്ടിവിറ്റി എന്തോരം കൂടുതലാണെന്നൊക്കെ നല്ല രീതിയിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഗിറ്റ്ഹബ് ട്രോഫീസ്. ഓക്കെ. ഇവിടെ എൻ്റെ ഗിറ്റ്ഹബിൻ്റെ ട്രോഫീസും ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ആ സ്റ്റാറ്റസിൻ്റെ സെക്ഷൻ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയൊക്കെ നമ്മളിതിലിട്ട കാര്യം കൊണ്ട് ജസ്റ്റ് നിങ്ങൾ ഈ കോഡ് മാത്രം കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാൽ മാത്രം മതി. APIs ഒക്കെ വർക്കായിക്കോളും. അപ്പോൾ അതിൽ വേറെ ഇഷ്യൂസ് ഒന്നും വരാൻ ചാൻസസ് ഇല്ല. ചാൻസസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ അടുത്ത സെക്ഷൻ നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെക് സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കില്ലിൻ്റെ സെക്ഷൻ കണ്ടു. ഇവിടെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക് സ്റ്റാക്ക് സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സെക്ഷൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് വേറെ രീതിയിൽ ഞാനിത് ആഡ് ചെയ്തത്. വേറെ രീതിയിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ട് നമ്മളത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ GPRM എന്നടിക്കുക. അപ്പോൾ കണ്ടില്ലേ, GPR എന്ന് പറഞ്ഞിട്ട് ഗിറ്റ്ഹബ് പ്രൊഫൈൽ റീഡ്മി മേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ഞാൻ അതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അത് എടുത്തതിന് ശേഷം നിങ്ങളുടെ ഗിറ്റ്ഹബിൻ്റെ യൂസർ നെയിം എന്താണോ ആ യൂസർ നെയിം കൊടുക്കുക. കറക്റ്റ് യൂസർ നെയിം എന്താണോ ആ യൂസർ നെയിം കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ യൂസർ നെയിം കൊടുക്കുന്നു, എൽഡോറാഡോ ടെക്കി. അതിനുശേഷം അടുത്ത ഇത് കൊടുക്കുക. ഇവിടെ ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ നിന്ന് ഞാൻ ആ ഒരു സെക്ഷൻ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയൊന്നിലും ഞാൻ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുന്നു. ഇതിലൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇത് കണ്ടില്ലേ, ഈ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്ത ശേഷം ഇതിലൊന്നും ചേഞ്ചസ് വരുത്തുന്നില്ല. ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്തു. ഇവിടെയും ചേഞ്ചസുകളൊന്നും വരുത്തുന്നില്ല. നെക്സ്റ്റ് കൊടുത്തു. ഇവിടെയാണ് നമുക്ക് ആവശ്യമുള്ളത്. കണ്ടോ? ഇവിടെ നമുക്ക് എന്താണോ നമുക്ക് അറിയാവുന്ന ലാംഗ്വേജസ് എന്നുള്ളത് അറിയാവുന്നത് അത് നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. C അറിയാമെന്നുണ്ടെങ്കിൽ C എടുത്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാണ്. CSS3, Golang, HTML5, JavaScript. നിങ്ങൾക്ക് അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് മാർക്ക്ഡൗൺ, DigitalOcean, Firebase, Google Cloud, Heroku, Vercel, AngularJS. നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ ഒരുപാടെണ്ണം ഉണ്ട്. ഇതിൽ കണ്ടില്ലേ, ജാസ്മിൻ, ഫാസ്റ്റ് API. അപ്പോൾ അതിൽ എന്തൊക്കെയാണോ എന്നുള്ളത് നിങ്ങളിതിൽ ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരുപാടെണ്ണം കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ പ്രിവ്യൂ നമുക്കിതിൽ ഇഷ്ടമുള്ള രീതിയിലാക്കാം. ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള ഫ്ലാറ്റ് അല്ല ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലാറ്റ് സ്ക്വയർ അല്ല, ഫോർ ദ ബാഡ്ജ് എന്നുള്ളതാണ് ഞാൻ ഇതിൽ ചൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ ഇതിൽ ഇപ്രകാരം ചൂസ് ചെയ്തിട്ടുള്ളത് ഫോർ ദ ബാഡ്ജ് എന്നുള്ളതാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത ശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. ഇതിൽ ഈ അടിയിലത്തെ സാധനം നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ. വിസിറ്റേഴ്സ് കൗണ്ട് അത് നമ്മളത് പിന്നീട് ആഡ് ചെയ്യും. നിങ്ങൾക്ക് അതിലൊന്നും ചേഞ്ച് വരുത്താനൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ആവശ്യമുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ആക്കാം. ഞാനൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് മാർക്ക്ഡൗൺ ഫയൽ എന്ന് പറഞ്ഞിട്ട് കാണും. കണ്ടില്ലേ? ഇതാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ടെക് സ്റ്റാക്കിൻ്റെ സ്കില്ലുകൾ. കണ്ടില്ലേ? ഞാൻ അവിടെ കൊടുത്തതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോപ്പി കോഡ് എന്നുള്ളത് ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് കോപ്പി ആവും.
ഇനി ഈ മാർക്ക് ഡൗൺ ഫയൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് മാർക്ക് ഡൗൺ ഫയൽ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ റീഡ്മി .md എന്നുള്ള ഒരു ഫയൽ അവിടെ സേവ് ആവും. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കാം ജസ്റ്റ്. അതിനുശേഷം നമ്മളുടെ VS കോഡിലോട്ട് വീണ്ടും പോവുക. വീണ്ടും പോയ ശേഷം ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്തതിന് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. പേസ്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ കണ്ടില്ലേ, അവിടെ നിന്ന് കോപ്പി ചെയ്തെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ വേറെ ഒന്നും ചെയ്യില്ല. എനിക്കിതിൽ അബൌട്ട് മീയുടെ ആവശ്യമില്ല, ഞാനത് കളയുന്നു. അതുപോലെ തന്നെ ഈ ഗിറ്റിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന സാധനം എനിക്ക് ആവശ്യമില്ല, അത് ഓൾറെഡി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊഫൈൽ വ്യൂസ് മാത്രം ഞാനിവിടെ ഇട്ടു, കണ്ടില്ലേ, വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ കൊടുത്തത് ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിതിനെ ഒന്നും കൂടിയും എനിക്കറിയാവുന്ന രീതിയിൽ ഞാനതിനൊന്നും കൂടിയും കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡാറ്റാബേസ് ബാക്ക് എൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫയലിൽ ഞാൻ കൊടുത്തതിനെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ ഇടുകയാണ്. നിങ്ങൾക്കും അതിൽ നോക്കിയിട്ട് ആവശ്യമുള്ള കോഡ് എൻ്റെ റീഡ്മിയുടെ ഈ ഫയലിൽ നിന്ന് നിങ്ങൾ കോപ്പി ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഞാൻ മറ്റേതും കൂടി ഇടാം. അപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അതിൻ്റെ താഴെയായി ഞാൻ പേസ്റ്റ് ചെയ്തു. ഇത് കണ്ടില്ലേ, ഞാനിങ്ങനെ ടെക് സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ട് അതിലുണ്ടായിരുന്നത് ഞാൻ ഇത് ഇപ്രകാരം ഞാൻ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, അപ്പോൾ എനിക്കറിയാവുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് അറിയാമെന്ന് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് എൻഡ് ലാംഗ്വേജസ് എനിക്കറിയുന്നത് ഏതാണെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് എന്തൊക്കെ അറിയാമെന്ന് കൊടുത്തിട്ടുണ്ട്. ഡാറ്റാബേസ് ടെസ്റ്റിംഗ്, ഡെവോപ്സ്, അതുപോലെ തന്നെ ഡിസൈൻ ടൂൾസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിനെ സെക്ഷൻ ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റേതായുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, എനിക്ക് ജസ്റ്റ് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ അതിൽ കൊടുത്തിട്ടുള്ളൂ. അറിയാവുന്ന കാര്യങ്ങളെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. അപ്പോൾ ഞാൻ ആ പഴയ ഇട്ട കോഡിനെ ഞാൻ ഇവിടെ നിന്ന് കളയുകയാണ്. അപ്പോൾ ടെക് സ്റ്റാക്ക് സ്കിൽസും ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി എനിക്ക് ആഡ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസാനം കാണുന്ന ഈ ഒരു ലിങ്ക്സ് എന്നുള്ള സെക്ഷനാണ് അല്ലേ. അപ്പോൾ ഈ ലിങ്ക്സ് എന്നുള്ള സെക്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള അത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ആ ലിങ്ക്സ് ഒക്കെ നിങ്ങൾ അത് തന്നെ യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് അത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് അത് കോപ്പി ചെയ്തെടുത്തിട്ട് ഞാൻ ആ ഫയലിൽ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് അതിന് മുകളിലായിട്ട് ഞാനത് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എൻ്റെ ലിങ്ക്സിൻ്റെ കാര്യങ്ങളും ഇതിൽ ആഡായി. ഓക്കെ, ഇവിടെ 2 ലൈൻ വന്നിട്ടുണ്ടല്ലേ. ആ ഒരു ലൈൻ ഞാൻ ഒഴിവാക്കിയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ പ്രൊഫൈൽ റീഡ്മി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു, കണ്ടില്ലേ. ഇനി എനിക്ക് ഇതിനെ ഗിറ്റ്ഹബിലോട്ട് എനിക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ പ്രൊഫൈൽ റീഡ്മി ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും സെക്ഷനുകളാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ നോക്കുന്നത്. ഞാനിപ്പോൾ ഇതിനെ ഞാൻ എൻ്റെ റിമോട്ട് റെപ്പോസിറ്ററിയിലോട്ട് എനിക്ക് പുഷ് ചെയ്യണം. കമ്മിറ്റ് ചെയ്ത ശേഷം പുഷ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ കമ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ഒരു ഐക്കൺ കാണുന്നില്ലേ, ഈ ഐക്കൺ കാണുന്നിടത്ത് ജസ്റ്റ് ഞെക്കിയിട്ട് ഇതിനൊക്കെ സ്റ്റേ ചെയ്യുകയാണ് ഞാൻ. ആദ്യം എല്ലാത്തിനെയും സ്റ്റേ ചെയ്തു. സ്റ്റേ ചെയ്ത ശേഷം ഞാൻ കമ്മിറ്റ് ചെയ്യാൻ പോണ്. FPAT ഫീറ്റ് ഫുൾ കോളൻ ന്യൂ റീഡ്മി അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. കണ്ടില്ലേ, ഫീറ്റ് ന്യൂ റീഡ്മി അപ്ഡേറ്റ്. എന്നിട്ട് അവിടെ റൈറ്റ് ക്ലിക്ക് ഈ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യാണ്. ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത ശേഷം കമ്മിറ്റ് ആൻഡ് സിങ്ക്. ഞാൻ ഓൾറെഡി എൻ്റെ ഗിറ്റ് ഞാനിതിൽ കോൺഫിഗർ ചെയ്ത് വെച്ച കാരണം കൊണ്ടാണ് എനിക്കിത് ബുദ്ധിമുട്ടില്ലാതെ കിട്ടുന്നത്. അതല്ലാത്തവർക്ക് ഗിറ്റൊന്ന് ഇതിൽ
VS കോഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിൽ നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്ത ശേഷം നിങ്ങൾക്ക് ലോക്കലി കമ്മിറ്റ് ചെയ്ത ശേഷം റിമോട്ടിലോട്ട് പുഷ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കമ്മിറ്റ് ആൻഡ് സിങ്ക് എന്നുള്ളത് കൊടുക്കുകയാണ്. അപ്പോൾ ന്യൂ ബ്രാഞ്ച്, ഒരു ന്യൂ റിമോട്ട് ബ്രാഞ്ച് നമ്മൾ ലോക്കലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് റിമോട്ട് ബ്രാഞ്ചിലില്ല. അപ്പോൾ നിങ്ങളത് പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ അതവിടെ റിമോട്ട് ബ്രാഞ്ചിലോട്ട് ആഡ് ആകുന്നതാണ്. അപ്പോൾ അതവിടെ ആഡ് ആയിട്ടുണ്ട്. ആഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിലോട്ട് പോവുക. കണ്ട ആ ന്യൂ റീഡ്മി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പുതിയ ബ്രാഞ്ച് ക്രിയേറ്റ് ആയിട്ട് കണ്ടപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഇവിടെ വന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ റീഡ്മി എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടില്ലേ ബ്രാഞ്ചസിൽ ആ ന്യൂ റീഡ്മി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പുതിയ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മിസ്സിങ്ങുകളെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഗിറ്റ്ഹബിൻ്റെ സ്ട്രീക്കിൻ്റെ ഇതിൽ എന്തോ ഇഷ്യൂ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു അനാവശ്യമായിട്ട് കുറേ മൈ സ്റ്റാറ്റ്സിൻ്റെ അവിടെ അനാവശ്യമായുള്ള കുറേ ഗ്യാപ്പ് കാണുന്നുണ്ട്. ഗിറ്റ്ഹബിൻ്റെ സ്ട്രീക്കിൻ്റെ അവിടെ എന്തോ ഒരു ഇഷ്യൂ കാണുന്നുണ്ട്. അപ്പോൾ ആ സ്ട്രീക്കിൻ്റെ ഇഷ്യൂ എന്താണെന്നൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഞാൻ ലോക്കലി ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുകയാണ്. സ്ട്രീക്ക് ഇവിടെ കറക്റ്റാണല്ലോ. ഓക്കെ, അത് റെഡി ആയിക്കോളും. ചിലപ്പോൾ ആ API കോൾ ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. ആ സ്ട്രീക്ക് കറക്റ്റായി. അത് ലോഡ് ചെയ്യാൻ എടുത്ത ടൈം ആയിരുന്നു അത്. ആദ്യമായിട്ട് നമ്മൾ ഇട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതപ്പോൾ അത് റീഡ് ചെയ്യാനുള്ളൊരു ചെറിയ ലാഗ് വന്നതാണ്. ഇനി നമുക്ക് അപ്പോൾ ഇത് നമ്മളിത് പുഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ നമ്മളുടെ മെയിൻ ബ്രാഞ്ചിലോട്ട് ആഡ് ചെയ്യണം. ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഈ ന്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി കാണിച്ചു തരാം. അപ്പം നമ്മളുടെ എൽഡോറാഡോ ടെക് എന്ന് പറഞ്ഞ ചാനൽ എടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ വേറെ അച്ചീവ്മെൻറ്റ്സ് ഒന്നുമില്ല. ഗിറ്റ്ഹബിൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഒന്നുമില്ല. നമുക്ക് ഗിറ്റ്ഹബിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എങ്ങനെ നേടിയെടുക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. ഇവിടെ കണ്ടില്ലേ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ അച്ചീവ്മെൻറ്റ്സ് ഒന്നും എൻ്റെ ഈ പുതിയ അക്കൗണ്ടിലില്ല. അപ്പോൾ ഈ അക്കൗണ്ടിലോട്ട് എങ്ങനെ ഈ അച്ചീവ്മെൻറ്റ്സ് എടുക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വേറെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പുതിയ ബ്രാഞ്ച് എടുത്ത് നിങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഈ ഒരു ഇത് വെച്ച് തന്നെ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കമ്പയർ ആൻഡ് പുൾ റിക്വസ്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ബേസ് ബ്രാഞ്ച് ഏതാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. കണ്ട ഓപ്പൺ എ പുൾ റിക്വസ്റ്റ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മെയിൻ ബ്രാഞ്ചാണ്. കമ്പയർ വിത്ത് ഇത് ഓക്കെ. അപ്പോൾ ഇതിൽ വേറൊന്നും ചെയ്യാനുള്ള ക്രിയേറ്റ് പുൾ റിക്വസ്റ്റ് കൊടുക്കുക. പുൾ റിക്വസ്റ്റ് ക്രിയേറ്റ് ആയി. മെർജ് പുൾ റിക്വസ്റ്റ് കൊടുക്കുക. കൺഫേം മെർജ് കൊടുക്കുക. അപ്പോൾ ആ കമ്മിറ്റ് നമ്മളുടെ ആ മെയിൻ ബ്രാഞ്ചിലോട്ട് അതെല്ലാം കൂടെ നമ്മുടെ ഈ പുതിയ ഉണ്ടാക്കിയ ബ്രാഞ്ച് ഉണ്ടല്ലോ ആ ബ്രാഞ്ചും നമ്മുടെ മെയിൻ ബ്രാഞ്ചും കൂടി മെർജായി. വേറെ ഇഷ്യൂസ് ഒന്നും കാണിക്കുന്നില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ആ എൽഡോറാഡോ ടെക് എന്ന് പറയുന്ന ഇതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇപ്പോൾ അവിടെ അത് ആഡായി. അപ്പോഴാണ് അപ്പോൾ ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. എൻ്റെ നെയിം ഞാനിവിടെ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എൽഡോറാഡോ ടെക് എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൽഡോറാഡോ ടെക് എന്നാക്കി ഞാനിത് എനിക്കിത് ചേഞ്ചസ് വരുത്തണം. അപ്പോൾ നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നേരെ മുകളിൽ പോയിട്ട് ഇവിടെ ഒരു പെൻ ഐക്കൺ കാണും, കണ്ടില്ലേ, എഡിറ്റിൻ്റെ ഐക്കൺ. ആ ജസ്റ്റ് എഡിറ്റ് കൊടുക്കുക. ആ എഡിറ്റ് ഐക്കൺ കൊടുത്തിട്ട് നമ്മൾ എവിടെയാണോ നമുക്ക് ആ റീഡ്മിയുടെ എഡിറ്റ് ചെയ്യേണ്ട ഭാഗം കാണും. അപ്പോൾ ഇവിടെയാണ് ഞാൻ തെറ്റ് വരുത്തിയിട്ടുള്ളത്.
അപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. എൽഡോറാഡോ ടെക്കി. ഈ എൽഡോറാഡോ ടെക്കി TECHIE. ഓക്കെ. അപ്പോൾ ആ മിസ്റ്റേക്ക് അങ്ങനെ കറക്റ്റ് ചെയ്ത ശേഷം ഇവിടെ കമ്മിറ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞ് കാണും. ഈ കമ്മിറ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞുള്ളത് ഞെക്കുക. എന്നിട്ട് കമ്മിറ്റ് മെസ്സേജ് എന്താണോ ആ കമ്മിറ്റ് മെസ്സേജ് കൊടുക്കുക. 6 ആണല്ലേ. ടൈറ്റിൽ നെയിം കറക്റ്റഡ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം ക്രിയേറ്റ് എ ന്യൂ ബ്രാഞ്ച് ഫോർ ദിസ് കമ്മിറ്റ് ആൻഡ് സ്റ്റാർട്ട് എ പുൾ റിക്വസ്റ്റ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ നേരെ ഡയറക്റ്റ്ലി നമുക്ക് മെർജ് ചെയ്യാം, നമുക്ക് മെയിൻ ബ്രാഞ്ചിലോട്ട് ഇടാം. പക്ഷേ അതിനേക്കാളും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ അതിലോട്ട് നമ്മൾ ഇടുന്നതായിരിക്കും എപ്പോഴും നന്നാവുക. അപ്പോൾ നമുക്ക് എന്താ ഈ അച്ചീവ്മെൻറ്റ്സിൽ നമുക്ക് ബാഡ്ജസ് കിട്ടാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ എപ്പോഴും നമ്മൾ ആ ഗിറ്റിൻ്റെ ഫ്ലോയും അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ ക്രിയേറ്റ് എ ന്യൂ ബ്രാഞ്ച് ഫോർ ദിസ് കമ്മിറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ ബ്രാഞ്ചിൻ്റെ നെയിം എന്താ വേണമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ആ ബ്രാഞ്ചിൻ്റെ നെയിം ഒന്ന് മാറ്റി ടൈറ്റിൽ നെയിം കറക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ബ്രാഞ്ചിന് ആ പുൾ റിക്വസ്റ്റിന് വേണ്ടിയിട്ടുള്ള ബ്രാഞ്ചിന് കൊടുത്തു. പ്രപ്പോസ് ചേഞ്ചസ് എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ചേഞ്ചസ് കൊടുത്ത് ഇപ്പോൾ അവിടെ വീണ്ടും വന്നു. മെയിൻ ബ്രാഞ്ചിലോട്ടാണ് ഇത് ടൈറ്റിൽ നെയിമിൻ്റെ കറക്ഷൻ പോകേണ്ടത് എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ഫിക്സ് ടൈറ്റിൽ നെയിം കറക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ജസ്റ്റ് ക്രിയേറ്റ് എ പുൾ റിക്വസ്റ്റ് കൊടുക്കുക. പുൾ റിക്വസ്റ്റ് ആയി. ഓക്കെ, മെർജ് പുൾ റിക്വസ്റ്റ് കൊടുക്കുക. കൺഫേം മെർജ്. ഇപ്പം കണ്ടില്ലേ, പുൾ റിക്വസ്റ്റ് സക്സസ്ഫുള്ളി മെർജ്ഡ് ആൻഡ് ക്ലോസ്ഡ്. ഇനി നമ്മളിവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, അച്ചീവ്മെൻറ്റ്സ് നമുക്ക് ഒരെണ്ണം കിട്ടി. എന്താണ് ആ അച്ചീവ്മെൻറ്റ് എന്താണ്? പുൾ ഷാർക്ക് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, ഓപ്പൺ റിക്വസ്റ്റ് ഹാവ് ബീൻ മെർജ്ഡ് അൺലോക്ക്ഡ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അച്ചീവ്മെൻറ്റ്സ് കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൽഡോറാഡോ ടെക്കി. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഈ അച്ചീവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, മനഃപൂർവ്വമല്ല, അതങ്ങനെ തെറ്റ് വന്നതായിരുന്നു. ഞാനപ്പോൾ അത് അച്ചീവ്മെൻറ്റ് കിട്ടാനുള്ള കാര്യത്തിനേക്കുള്ള ഒരു ഉപകാരം കൂടിയായി ആ തെറ്റ് വരുത്തിയത്. ഓക്കെ, ഇനി ഒരുപാട് രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും. ഇനിയും കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും ഒരുപാട് രീതിയിൽ. നിങ്ങൾ ഓരോരോ പ്രൊഫൈലുകളും ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് അവർ എന്തൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. അതിൽ നിന്ന് ഇനി എന്താണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടുന്നത് അത് നിങ്ങളുടെ റീഡ്മി ഫയലും ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾ ഇംപ്രവൈസ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇംപ്രവൈസ് ചെയ്യാൻ നോക്കുക. ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ റീഡ്മി ഫയൽ എങ്ങനെ സെറ്റ് ചെയ്ത് നല്ല വൃത്തിക്ക് നമുക്ക് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ രീതിയിലാക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ നോക്കിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഒരു വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിയിട്ടുണ്ടെന്ന് അറിയാം. പക്ഷേ ഇത് നിങ്ങൾക്ക് അവതരിപ്പിച്ച് തരേണ്ടത് എൻ്റെ ഇത് വേറൊരു നിവൃത്തിയില്ലാത്ത കാര്യം കൊണ്ടാണ് ഇത്രയും ലെങ്ത്തിൽ ഞാൻ എടുത്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്നെ നോട്ടിഫൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. എങ്ങനത്തെ വീഡിയോസ് ഞാൻ ഇനി ചെയ്യണം എന്നുള്ളതും നിങ്ങൾ എന്നെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. അതുപോലെ അപ്പോൾ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Stay tuned. I will see you in the next video.